ഹലോ. ആ ഹലോ. നീ അഭിരാമല്ലടാ, ARJ വേൾഡ് ചാനലൊക്കെ ഉള്ള? അതെ, അഭിരാമാണ്. നീ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ വീഡിയോ ആയിട്ട് ഇടാറുണ്ടല്ലേ? ഞാൻ കാണുന്ന സിനിമകളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഒപ്പീനിയൻ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടാറുണ്ട്. അതൊക്കെ ഇവിടെ നേര് കണ്ടായിരുന്നോ? നേര് മാത്രമല്ല, ഡുങ്കിയും സലാറും ഒക്കെ കണ്ട്. ഓ, സലാറും ഡുങ്കിയും കണ്ടല്ലേ? സ്വാഭാവികം, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ നീ ഡുങ്കി കണ്ടല്ലേ? ഡുങ്കിയെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണ്? ഡുങ്കി ഒരു ഡീസന്റ് ടു ആവറേജ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ഡീസന്റ് പടം, മോശമല്ല, ഡീസന്റ് പടം. അത് നമ്മുടെ രാജ്കുമാർ ഹിറാനിയുടെ പടമല്ലേ? അതെന്ത്? രാജ്കുമാർ ഹിറാനിയുടെ പടം ആവറേജ് ആയിക്കൂടെ? അങ്ങനല്ല, ആവറേജ് ആവാം. ആ ഒരു രാജ്കുമാർ ഹിറാനി പടത്തിന്റെ ആ ഒരു മേക്കിംഗോ സ്റ്റാൻഡേർഡോ ഒന്നും കീപ്പ് ചെയ്തിട്ടില്ലേ ഒരു പടം? അതാ ഞാൻ പറഞ്ഞത്, 3 Idiotsഉം PK ഒക്കെ ചെയ്ത സംവിധായകൻ ചെയ്യുന്ന പടത്തിന് ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഡുങ്കി ഒരു സാധാരണ പടമാണ്. ഒരു വാ ഫാക്ടർ ഒന്നും എനിക്ക് ആ ഒരു പടം കണ്ടപ്പോഴത്തേക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ മോശമായിട്ടുള്ളൊരു പടമല്ല, ഒരു സാധാരണ പടം, കാണാവുന്ന ഒരു പടമാണ്. ഒരു തവണയൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഡുങ്കി. ഇവിടെ SRK എങ്ങനെയുണ്ട്? SRKയുടെ ഗംഭീര അഭിനയമാണ്. അങ്ങനെ വേറെ ലെവലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു 5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വന്ന സിനിമകളില്ലേ, അതായത് പതാൻ, ജവാൻ, ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഡുങ്കിയിലെ പെർഫോമൻസ് ആണ്. അങ്ങനെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ പെർഫോമൻസ് ആണ് ഒരു പരിധി വരെ സിനിമ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നമ്മൾ സാധാരണ ഹിറാനി പടം കാണാൻ പോകുന്നത് അങ്ങേരുടെ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് അറിയാനായിട്ടാണ്. പക്ഷെ ഈ ഒരു പടത്തില് ഹിറാനി അല്ല, വേറെ ആരോ എടുത്തു വെച്ചൊരു പടത്തിൽ SRK അഭിനയിക്കുന്ന ഒരു ഫീലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. നമ്മുടെ PKയും ആ ഒരു പടങ്ങളൊക്കെ 3 Idiots ആയിട്ടൊന്നും കമ്പയർ ചെയ്യാനായിട്ട് ഈ ഒരു പടത്തിനകത്തൊന്നുമില്ല. ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു സാധാ പടം, ഒരു ഫീൽ ഗുഡ് പടം. അപ്പൊ അതാണ് നിന്റെ ഡുങ്കിയെ കുറിച്ചുള്ള അഭിപ്രായം. അപ്പൊ നമ്മുടെ സലാറിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? പൊതുവെ KGF ആ ഒരു ലെവലില്ലെന്നാണ് കേൾക്കുന്നത്. അപ്പം നിന്റെ അഭിപ്രായം എന്താണ്? സാലാറ് ഞാൻ ഈ ഡുങ്കി പറഞ്ഞ കണക്കാണ്. ഡുങ്കി ഹിറാനി പടമാണെങ്കിൽ സലാറ് പ്രശാന്ത് നീൽ പടമാണ്. പ്രശാന്ത് നീൽ നമുക്ക് എല്ലാവർക്കും അറിയാം, KGF ചാപ്റ്റർ 1 ചാപ്റ്റർ 2 സംവിധാനം ചെയ്ത ഡയറക്ടറാണ്. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും KGF 1ഉം 2 ഒക്കെ പ്രതീക്ഷിച്ചായിരിക്കും സലാർ അതേപോലൊരു പടം പ്രതീക്ഷിച്ചായിരിക്കും സലാറിന് കയറുക. സോ അങ്ങനെ കയറി കഴിഞ്ഞാൽ വലിയൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും. ഞാൻ അത് പ്രതീക്ഷിച്ചൊക്കെ തന്നെയാണ്. KGF 1 മോഡലൊക്കെ അതേപോലത്തെ ഒരു പടം പ്രതീക്ഷിച്ചാണ് കയറിയത്. പക്ഷെ ഞാൻ കുറച്ചൊക്കെ ഡിസപ്പോയിന്റഡ് ആണ് സലാറിൽ. കാരണം ഈ ഒരു സലാറിനകത്ത് ഒരുപാട് ഹൈ മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. KGF 1ലെയും 2ലെയും പോലെ 1, 2, 3 സീൻസിലൊക്കെ നമുക്ക് പ്രശാന്ത് നീലിന്റെ ആ ഒരു സിഗ്നേച്ചർ കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് ഒന്നാമത്തെ സീൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രഭാസിന്റെ ആദ്യത്തെ ഫൈറ്റ് സീൻ, ഗംഭീര സാധനമായിരുന്നു. പിന്നെ ഇന്റർവൽ ബ്ലോക്ക്, അതൊരു ഗംഭീരമായിട്ടാണ്. ആ ഒരു ഇന്റർവൽ ബ്ലോക്ക് കാണാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ ഒന്ന് തിയേറ്ററിൽ പോയി ഇരിക്കാവുന്നതാണ് കേട്ടോ. അമ്മാതിരി സംഭവമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ഇന്ത്യയിൽ മിക്കവാറും പ്രശാന്ത് നീലിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അതൊരു വേറെ, ഇതൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. അമ്മാതിരി സംഭവമാണ് ഇന്റർവെൽ സമയത്ത് പ്രശാന്ത് നീൽ ഈ ഒരു സിനിമയ്ക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. ഗംഭീരമായിട്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സിനിമയ്ക്കകത്ത് ഇഷ്ടപ്പെട്ട ഒരു സീനാണ് ഇന്റർവെൽ സീൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. പിന്നെ ക്ലൈമാക്സ്, രാജുവേട്ടനും പ്രഭാസും തമ്മിലുള്ള ഒരു ഫൈറ്റ് സീൻ. ആ ഒരു ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഒരു ഗൂസ് ബംസ് തരുന്ന സീനുകളായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് വരുന്ന ഒരു ഡ്രാമ ഭാഗങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കുറച്ച് എന്തുവാ മനസ്സിലാക്കി എടുക്കാനും പാടാണ്. എന്തോ ഒരു വിരസതയായിട്ട് തോന്നി. ഒരു ലാഗ് ആകുന്ന കണക്ക്, ഒരു ബോറടിക്കുന്ന കണക്ക് തോന്നി. KGF പോലെ അല്ല, ഇത് വേറെ ഏതോ രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പടമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഡ്രാമ ഭാഗങ്ങളിലെ ചില ഭാഗങ്ങളൊക്കെ ചില ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു. കാരണം ഈ ഒരു സിനിമയ്ക്കകത്ത് പ്രശാന്ത് നീലിൻ്റെതായിട്ടുള്ള ഒരു രാജ്യം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ രാജ്യത്തിനകത്ത് ഒരുപാട് ടെറിട്ടറികൾ, അതിനകത്ത് തന്നെ കുറെ ഗോത്രവർഗ്ഗങ്ങൾ, അതിനകത്ത് ആ ഒരു ടെറിട്ടറിയിലെ നേതാക്കന്മാർ, അങ്ങനെ പോയി അവസാനം എന്റെ കിളി പറക്കുന്ന രീതിയിലൊക്കെയാണ് സംഭവങ്ങൾ പോയത്. മൊത്തത്തിൽ ഒരു ഹിസ്റ്ററി ക്ലാസിന്റെ വൈബാണ് എനിക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ തന്നെ. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലെ ചില ഭാഗങ്ങൾ, അതൊക്കെ ഒരുമാതിരി ഇതെന്താ സംഭവം, ഞാൻ എന്തോ ഒരു ഹിസ്റ്ററി ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് എനിക്ക് ചെറുതായിട്ട് ഒരു ലാഗ് ആയിട്ട് ഫീൽ ചെയ്തു. മേ ബി ഈ ഒരു സിനിമ എന്ന് പറയുന്നത് പ്രശാന്ത് നീൽ ചിലപ്പം സെക്കൻഡ് പാർട്ടിലേക്ക് ഉള്ള ഒരു ബിൽഡപ്പ് അതായിട്ടായിരിക്കും പ്രശാന്ത് നീൽ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ എന്തായാലും ഒരു തവണയൊക്കെ തിയേറ്റർ വാച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ് സലാർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആ ഒരു ഇന്റർവൽ ബ്ലോക്ക് കാണാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ പോയി തിയേറ്ററിൽ ഇരിക്കാവുന്നതാണ്. അപ്പൊ ഇനിയാണ് ഞാൻ ചോദിക്കാൻ വന്ന മെയിൻ ചോദ്യം, നമ്മുടെ നേരെങ്ങനെയുണ്ട്? നേരാണ്. ഈ ഒരു 3 പടങ്ങൾ കണ്ടതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫിക്കേഷൻ തന്ന പടം എന്ന് പറയുന്നത് അത് നേരാണ്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി തന്നത്. കാരണം ആസ് എ ലാലേട്ടൻ ഫാൻ, ലാലേട്ടന്റെ ഒരു ഗംഭീര പ്രകടനം ഒരുപാട് നാൾക്ക് ശേഷം കാണുക എന്ന് വെച്ചാൽ തന്നെ അതെനിക്കൊരു ഗംഭീര അനുഭവമായിരിക്കും. അത് എനിക്ക് പേഴ്സണലി ഞാൻ കണ്ണും മനസ്സും ഒക്കെ നിറഞ്ഞാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് വന്നത്. അതൊരു ഗംഭീര പടമാണ്. ഇറ്റ്സ് ജിത്തു ജോസഫ് ഫിലിം. സോ ജിത്തു ജോസഫ് എങ്ങനെയാണ് ഒരു ഫിലിം മേക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ദൃശ്യം തന്നെ ഒരു മോഡലാക്കി എടുക്കാം. അതേ മേക്കിംഗ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ലാസ്റ്റ് സസ്പെൻസ് ഉണ്ടോന്നൊന്നും അല്ല, അതേ ഒരു മേക്കിംഗ് സ്റ്റൈൽ പിടിച്ചിട്ട് പോയേക്കുന്ന ഒരു പടമാണ് നേരെന്ന് പറയുന്നത്. കാരണം ക്യാമറ ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും ടിപ്പിക്കൽ
ദൃശ്യം മോഡലാണ് ഈ ഒരു പടത്തിനായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പഴയ ലാലേട്ടൻ വന്നു തിരിച്ചു വന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറെ നാൾക്ക് ശേഷമാണ് ലാലേട്ടന്റെ ഒരു ഗംഭീര പ്രകടനം കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. പിന്നെ ജിത്തു ജോസഫ് മേക്കിംഗ് ഗംഭീരമാണ്. ക്ലൈമാക്സ് സീനൊക്കെ ഒരു എന്താ പറയുന്നത്, കണ്ണ് നിറഞ്ഞു പോകുന്ന ടൈപ്പ് ഒരു സംഭവമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് മലയാളത്തിൽ ജിത്തു ജോസഫ് മാത്രമേ ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വെക്കാനായിട്ടുള്ളൂ. ഒരു ത്രില്ലർ മോഡൽ പടത്തിൽ ഇങ്ങനെ ഒരു ക്ലൈമാക്സ് ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ജിത്തു ജോസഫിന്റെ പടങ്ങളുടെയൊക്കെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയറിയാം, ഒരു സ്ലോ മോഡൽ ഇങ്ങനെ പടം ബിൽഡപ്പ് ചെയ്ത് വന്നിട്ട് അവസാനം ക്ലൈമാക്സിൽ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൊണ്ട് കൊടുക്കും. അവിടെ പ്രേക്ഷകൻ സംതൃപ്തനാവും. ആ ഒരു രീതി തന്നെയാണ് നേരിലും ഒരു അടിപൊളി സംഭവമാണ് മൊത്തത്തിലുള്ളൊരു നേരെന്ന് പറയുന്നത്. പക്ഷേ ഈ ദൃശ്യം എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വെച്ചിട്ട് ദൃശ്യം പോലൊരു സസ്പെൻസ് ത്രില്ലർ ആണെന്നും വെച്ച് ഇതിന് കയറരുത്. ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോർട്ട് റൂം ഡ്രാമ എന്ന് പറയുന്നതിനെക്കാട്ടിയും ഒരു ഇമോഷണൽ ഡ്രാമയാണ് സംഭവം. ആ ഒരു ഇമോഷണൽ ഡ്രാമ പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. ജിത്തു ജോസഫ് എല്ലാ ഇന്റർവ്യൂവിലും അങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഞാൻ അതും പ്രതീക്ഷിച്ച് പോയി. എനിക്ക് ഉള്ള സാധനം അവിടെ കിട്ടി. സോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നേരിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ഒരാളുടെ കാര്യം പ്രത്യേകം എടുത്തു പറയണം. നമ്മുടെ അനശ്വര രാജൻ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഗംഭീരമായിട്ട് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 3 പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പടം അങ്ങനെ 3 പടത്തിൽ ഏത് പടമാണ് സാറ്റിസ്ഫിക്കേഷൻ തന്നെന്ന് ചോദിച്ചാൽ എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഞാൻ 3 പടം തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് 3 എണ്ണത്തിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നേര് തന്നെയാണ്. ആസ് എ ലാലേട്ടൻ ഫാൻ, ലാലേട്ടന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ എന്റെ മനസ്സ് നിറഞ്ഞു. സോ എനിക്ക് നേരെ തന്നെയാണ് ഏറ്റവും സാറ്റിസ്ഫിക്കേഷൻ തന്ന ഒരു പടം എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷമായി ആ ഒരു പടം കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക്. ഓക്കെടാ, കണ്ടപ്പോൾ ചോദിച്ചതന്നേ ഉള്ളൂ. ഓക്കെ, ശരി എന്നാ.